മക്കളെ, ഇന്ന് അമ്മ ഒരു നാടൻ കൂട്ടാനാണ് കേട്ടോ വയ്ക്കുന്നത്. പരിപ്പും കാബേജും നാളികേരം അരച്ച് വയ്ക്കാം. കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. പരിപ്പ് വേവിക്കാൻ പോവാണ് കേട്ടോ. ചട്ടിയിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പ് അടപ്പത്തിടാം. പരിപ്പ് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അമ്മ ഇവിടെ എടുത്തേണ്ടത് റോസ് പരിപ്പാണ് കേട്ടോ. ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. റോസ് പരിപ്പ് വേഗം വേവണതാ, അതുകൊണ്ടാണ് എടുത്തത്. പരിപ്പിലേക്ക് അല്പം ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വയ്ക്കുന്നത്. പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കയ്യിലുകൊണ്ട് ഉടച്ചു കൊടുത്താൽ ഉടഞ്ഞു വരും. ഇനി വെന്ത് വന്ന പരിപ്പിലേക്ക് അരിഞ്ഞു വെച്ച കാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കാബേജാണ് കേട്ടോ അരിഞ്ഞത്. ഒരു 3 പിടിയോളം ഉണ്ടാവും. ഇതിലേക്ക് 3-4 ചെറിയുള്ളിയും 3 പച്ചമുളകും കീറിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇടുമ്പോൾ എരു നോക്കിയിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാനായിട്ട്. എരു കുറഞ്ഞ മുളകായതുകൊണ്ടാണ് 3 വലിയ മുളക് എടുത്തത് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ഈ ഒരു സ്പൂണിൽ 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ. ഇപ്പോൾ കാബേജും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. എരിവും ഉപ്പൊക്കെ പാകത്തിലുണ്ട്. കാബേജ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു നാളികേരത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തത്. ചെറിയ നാളികേരത്തിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത നാളികേരം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് ഇവിടെ കിടന്നൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. താളിപ്പും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാബേജ് പരിപ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വരുമ്പോൾ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന കാബേജും പരിപ്പും കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ഇനി അമ്മ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.